നാലാം യാമം പ്രേത മാന്ത്രിക നോവൽ അധ്യായം 7. വളപ്പിൽ നിന്നും അത് അതിവേഗം മുറ്റത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഹരിശങ്കരന്റെ തൊണ്ടയിലെ ജലം വറ്റി. അവനെ വിയർക്കാൻ തുടങ്ങി. ഗുരുജിക്ക് എങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുമെന്നറിയാതെ അവൻ കുഴങ്ങി. അപകടമാണ് അടുക്കുന്നതെന്ന് ശക്തമായ തോന്നൽ. അവൻ ഗുരുജിയുടെ പിന്നിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങി. പൂജയിൽ മാത്രം ശ്രദ്ധരായിരിക്കുന്നവർക്ക് ഹരിശങ്കരന്റെ പാരവശ്യം അറിഞ്ഞതേയില്ല. അവൻ കണ്ടത് മറ്റാരും കാണുകയും ചെയ്തില്ല. മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ ഗുരുജിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നെന്ന് മനസ്സിലിരുന്ന് ആരോ മന്ത്രിക്കുന്നു. അതിനുവേണ്ടി ഗുരുജിയെ വിളിച്ചാൽ ഏകാഗ്രത നഷ്ടപ്പെട്ട് കർമ്മം മുടങ്ങും. പൂജ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. മുഹൂർത്തവും. എൻ്റെ ഈശ്വര, എൻ്റെ ഗുരുകാരണവന്മാരെ, ഞാനിത് എന്താണ് ചെയ്യേണ്ടത്? ഹരിശങ്കരന്റെ ശരീരം ഭിത്തിയിൽ താങ്ങി. ആ ഭസ്മധൂപം ഇല്ലമുറ്റത്തെ ശർക്കരമാവിന്റെ തടിയിലേക്ക് ലയിച്ചു ചേരുന്നത് പോലെ മറയുന്നത് ഹരിശങ്കരൻ അറിഞ്ഞു. പിന്നെ നെയ്യുറുമ്പുകളുടെ സംഘജാത പോലെ അരിച്ചരിഞ്ഞ് മുകളിലേക്ക് കയറിപ്പോകുന്നതും. അവന്റെ കണ്ണുകൾ ഭീതി കൊണ്ട് മിഴിഞ്ഞു. അരനാഴിക പോലും തികച്ചു വേണ്ട ഇനി പൂജ അവസാനിപ്പിക്കാൻ. ഗുരുജിയെ പലവട്ടം വിളിക്കാൻ കൈനീട്ടിയെങ്കിലും അവനതിൽ നിന്നും പിന്തിരിഞ്ഞു. ഇപ്പോ ഗുരുജിയെ വിളിച്ചുണർത്തിയാൽ കടമ്പടയ്ക്കൽ കാലമുടച്ചതുപോലെ സർവരും കുറ്റപ്പെടുത്തുന്നത് തന്നെയായിരിക്കുകയും ഗുരുജി തങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ ആരംഭിക്കുമ്പോഴും ഇത് തന്നെ ഓരോ അപശകുനങ്ങൾ. ഈയിടെയായി ഇത് സാധാരണമാണല്ലോ. ഇപ്പോഴും അതങ്ങനെയല്ലെന്ന് വരുമോ? ഒരു ഭയപ്പെടുത്തൽ. വീണ്ടും മാവിന് നേരെ അവന്റെ കണ്ണുകൾ പാഞ്ഞു. ഭസ്മധൂളികൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ഹരിശങ്കരൻ ഒന്ന് ആശ്വസിച്ചു. പക്ഷേ ആ നിമിഷത്തിൽ വലിയ ഒരു മാവിന്റെ ശിഖരങ്ങളിലൊന്ന് താഴ്ത്തൊടിയിൽ നിന്നും വേർപെടുന്ന ശബ്ദം കേട്ടു. അവന്റെ തൊണ്ടയിൽ നിന്നൊരു ആർത്തനാദം ഉയർന്നു. പക്ഷേ ഏതോ വിപരീത ധൈര്യം പെട്ടെന്ന് അവനെ തുണച്ചു. നിലവിളക്കിന് മുന്നിലിരുന്ന ഗുരുജിയെ ഒരു നിമിഷാർത്ഥം കൊണ്ടാണ് പിന്നിലേക്ക് വലിച്ചു നീക്കിയത്. വാതിൽ അടഞ്ഞു നിന്നവരുടെ മേലേക്ക് തങ്ങൾ രണ്ടുപേരും കൂടി മറയുകയായിരുന്നു. ആ ആഘാതം അവരെയും മുറിക്കുള്ളിലേക്ക് തെറിപ്പിച്ചു. അതുകൊണ്ട് മാത്രമാണ് അവര് രക്ഷപ്പെട്ടത്. അടർന്ന് താഴേക്ക് പതിച്ച ശിഖരം ഇലഞ്ഞിക്കൽ ഇല്ലത്തിന്റെ പൂമുഖവും തകർത്തുകൊണ്ടാണ് നിലം പതിച്ചത്. അതിനിടയിൽപ്പെട്ട് നിലവിളക്കുകൾ പൊട്ടിത്തകരുന്നത് ഒരു തേങ്ങലോടെ കണ്ടു. അപ്പോഴും താൻ നിലവിളിച്ചു പോകും. അതിനുമേറെ ഭയപ്പെടുത്തിയത് ഇല്ലപ്പഴി ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യരൂപം കണ്ണിൽപ്പെടുമ്പോഴായിരുന്നു. ആ രൂപത്തിന് അമ്മാവന്റെ ചായയായിരുന്നില്ലേ? തിരിഞ്ഞുപോലും നോക്കാതെ തിടുക്കത്തിൽ നടന്നു പോകുന്ന ആ രൂപം അമ്മാവൻ തന്നെയല്ലേ? ഗുരുജിയെ കാണിച്ചു കൊടുക്കും മുൻപ് മറഞ്ഞുപോയി. 1000 അശ്വരഥങ്ങൾ ഒരുമിച്ചിരുന്നുള്ള ശബ്ദഘോഷമാണ് ഇപ്പോൾ തന്റെ ചെഞ്ചിടിപ്പിനെന്ന് ഹരിശങ്കരൻ അറിഞ്ഞു. നെറ്റിയിൽ നിന്നും കണ്ണുകളിലേക്ക് ഒഴുകുന്ന വിയർപ്പ് തുള്ളികൾ പുറം കൈ കൊണ്ടവൻ തുടച്ചു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കൈപ്പടം കൊണ്ട് തുടച്ചു. മുഖമുയർത്താതെ താടിക്കു കൈയും കൊടുത്തിരിക്കുകയാണ് ഗുരുജി. അപ്പോഴും തൊട്ടു മുൻപത്തെ നടുക്കത്തിൽ നിന്ന് അദ്ദേഹം ഇനിയും മുക്തനായിട്ടില്ലെന്ന് തീർച്ച. ആ കണ്ണുകളും നിറഞ്ഞു തുളമ്പിയിട്ടുണ്ടോ എന്ന് ഹരിശങ്കരൻ പകച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരന്തമാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. ഭാഗ്യത്തിൽ നൂലിഴയിൽ തൂങ്ങി രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതാവും ഏറെ സത്യം. ഇല്ല, രക്ഷയില്ല ഹരിശങ്കര. ഗ്രഹത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി ഒരു പൂജ ചെയ്യാൻ പോലും ശത്രു സമ്മതിക്കുന്നില്ല. ഞാൻ ഇതുവരെ ഉദ്ദേശിച്ചതിലുമൊക്കെ ഭയങ്കരനാണ് ശത്രു. ആളെങ്കിലും തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞാൽ പോലും മതിയായിരുന്നു നമുക്ക്. അല്ലാതെ ഒരു ബന്ധനത്തിൽ പോലും സാധ്യത കാണുന്നില്ല. ഇത്രയും നിരാശ നിറഞ്ഞ ശബ്ദം ഗുരുജിയിൽ നിന്നും ഇന്നോളം ഉണ്ടായിട്ടില്ല. തറവാട്ടിലെ അംഗങ്ങളെല്ലാം അപ്പോഴും ആ നടുക്കത്തിന്റെ നടുക്കയത്തിൽ തന്നെയായിരുന്നു. പ്രതീക്ഷാനിർഭരമായ അവരുടെ മിഴികൾ അത്രയും ഗുരുജിയിൽ തന്നെ ആഴ്ന്നു നിന്നു. രക്ഷകനെന്ന് കരുതുന്ന ആളിന്റെ നിരാശ 100 ഇരട്ടി ദൈന്യതയോടാണ് അവർ അനുഭവിക്കുന്നത്. നോക്കാം. എന്തോ ആലോചിച്ചുറച്ച മട്ടിൽ ഗുരുജി മെല്ലെ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ കത്താൻ തുടങ്ങിയിരുന്നു. അധ്യായം 13. ആഗ്രഹാനുസരണം തന്റെ അവസരങ്ങൾ തനിക്ക് മുന്നിൽ തൊഴുകൈകളുമായി നിൽക്കുന്നതിന്റെ ആസ്വദതയോർത്ത് വീരഭദ്രൻ ഊറിയൂറി ചിരിച്ചു. എല്ലാം മനസ്സിൽ നിലയ്ക്കും പോലെ അതത് നേരത്തെ തന്നെ സാധ്യമാവുന്നു. ഒരു മാന്ത്രികന് ഇതിൽ കൂടുതൽ എന്തു വേണം? ആരോടും
ഒരു ഗുരുഭൂതനോട് പോലും കടപ്പാടില്ലാതെ നേടിയ സിദ്ധി. കഠിനമായ ജീവിതാനുഭവങ്ങൾ നൽകിയ വേദനയിൽ നിന്നും കടഞ്ഞെടുത്ത അമൃതാണ് തനിക്കുള്ള സിദ്ധി. അത് കരുതലോടെ ഉപയോഗിക്കാനും തനിക്കറിയാം. മറ്റൊരാൾക്കെടുത്തിട്ട് പന്താടി കളിക്കാൻ തൻ്റെ മനസ്സ് പിഴുതെറിയേണ്ടി വരും ആദ്യം. ഓരോ കർമ്മങ്ങൾക്കൊരുങ്ങുമ്പോഴും കണ്ണീരൊഴുക്കുന്ന അമ്മയുടെ മുഖമാണ് ഓർമ്മ വരിക. തന്നെ വളർത്താൻ വേണ്ടിയായിരുന്നു അമ്മ എലഞ്ഞിക്കലെ അടുക്കളക്കാരിയായത്. അതിനേക്കാൾ മോശമായത് ഓർമ്മ നല്ലോണമുണ്ട്. അന്നൊരു മനുഷ്യനും തങ്ങളോട് സഹതാപം കാട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കടപ്പാടുകളില്ലാത്ത ഒരു മനുഷ്യനായി തനിക്ക് വളരാൻ കഴിഞ്ഞു. ഒരു മനുഷ്യനോടും ഒരു തരി സഹതാപം പ്രകടിപ്പിക്കേണ്ട ആവശ്യവും തനിക്കില്ല. തനിക്ക് ലഭിക്കാത്തത് താൻ എന്തിന് മറ്റൊരാൾക്ക് കൊടുക്കുന്നു? കൊല്ലൂർ മനക്കിലെ ഒറ്റയാണ്. ആരാണ് അങ്ങനെ പറഞ്ഞത്? ഓ, ശങ്കുശാർ. ആ ശങ്കുശാരെ വീരഭദ്രൻ ചിരിച്ചു. എല്ലാം പതുക്കെ വേണമെന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷെ ഗുരുജി അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കൈവിട്ടൊരു കളി കളിച്ചത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും കലാശക്കോടയ്ക്ക് തീ പിടിച്ചതുപോലെയാവും. വരട്ടെ, വരുമ്പോൾ കാണാം. ആകാശം മടർന്നു വരുന്നുവെന്ന് കേട്ടാലുടനെ ആഞ്ഞിലിക്കാതൽ കൊണ്ട് തട്ടിടാനൊന്നും ഈ വീരഭദ്രനെ കിട്ടില്ല. അഥവാ ഇടിഞ്ഞു പൊളിഞ്ഞു വന്നാൽ തലയ്ക്ക് മുകളിലെത്തുമ്പോൾ കൈകൾ കൊണ്ട് താങ്ങാനും വീരഭദ്രൻ അറിയാം. കത്തി തിന്ന മൺചരാതിന്റെ നാളത്തിലേക്ക് നോക്കി വീരഭദ്രൻ പുഞ്ചിരിച്ചു. നാരായണൻ നമ്പൂതിരിയുടെ ആത്മാവ് ആ നോട്ടം മേൽക്കാൻ കെൽപ്പില്ലാതെ പിടഞ്ഞു. കണ്ടുവോ ഉറ്റ സുഹൃത്ത് നടത്തിയ പ്രകടനം? ബോഷായിരുന്നില്ലേ? ഇതുപോലെ ആയിരുന്നില്ലേ ഒരിക്കലങ്ങ് ഔഷധശാലയിൽ വെച്ച് ഭഗീരഥി എന്ന എൻ്റെ അമ്മയുടെ നേർക്ക് കാട്ടിയത്? തിരുമേനിയുടെ കണ്ണുകളിൽ നീർപ്പൊടിയുന്നത് കണ്ടുവോ? ഇലഞ്ഞിക്കൽ സേതുലക്ഷ്മി, അതായത് അങ്ങയുടെ മരുമകൾ ഇനി ഗർഭിണിയാവും. ആ ഗർഭത്തിന്റെ ഉത്തരവാദി ഗുരുജി ആണെന്നറിയുമ്പോൾ ഭൂകമ്പം തുടങ്ങും. സ്നേഹിതം പരക്കം പായുന്നത് ഞാൻ കാട്ടിത്തരാം. അഭയം തേടി കൊല്ലൂർ പടിപ്പുരയിലെത്തുന്ന എല്ലാവർക്കും മോചനമാണ്. ഇലഞ്ഞിക്കൽ തിരുമേനിയായി അങ്ങയ്ക്കൊഴുകെ. മോചനമില്ലാതെ ആത്മാവായി എക്കാലത്തും അങ്ങയുടെ ബന്ധനസ്ഥനാക്കുന്നതിലൂടെ ഞാൻ നേടാൻ പോകുന്നത് എന്താണെന്ന് വീരഭദ്രൻ കാട്ടിത്തരാം. എനിക്ക് വേണ്ടി ഗുരു ചെയ്തതുപോലെ ചില കർമ്മങ്ങൾ അങ്ങും എനിക്ക് ചെയ്തു തരേണ്ടതുണ്ട്. ഒക്കെ സമയമാകുമ്പോൾ പറയാം. ഇതുവരെ ഏൽപ്പിച്ച 2 കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. ഈ ഇല്ലത്തിന്റെ പൂമുഖം ഇടിഞ്ഞു പൊളിഞ്ഞുപോയി. സാരമില്ല തിരുമേനി, മരവും കല്ലുമുണ്ടെങ്കിൽ അതിനെയും കൂടുതൽ ഉറപ്പോടെ പുതുക്കിപ്പണിയാം. ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന മനുഷ്യന്റെ മനസ്സോ ജീവിതമോ അങ്ങനെ പടുത്തു വരുത്താൻ പറ്റുമോ? നിഷ്കളങ്കമായ രീതിയിലാണ് ആ ചോദ്യം. അങ്ങയുടെ മരുമകളെ കൺമുന്നിട്ടിലിട്ടല്ലേ ഒറ്റ സ്നേഹിതൻ വേണ്ടാതിനം ചെയ്തത്. ഇനി സ്നേഹിതന്റെ മരുമകളെ ഗുരുജിയുടെ മുന്നിൽ വെച്ച് അങ്ങ് ഒത്തിരി അശ്ലീലം കാട്ടണം. ഇപ്പോൾ വേണ്ട, വീരഭദ്രൻ പറയാം. അന്നേരം ദേ അശ്ലീലം എന്ന് പറഞ്ഞ് പിന്മാറിയേക്കരുത്. മരുമകൻ ഹരിശങ്കറിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയല്ലേ ഗുരുജി ആ ഗിരിജാമണിയെ. മരുമകന് മുമ്പ് അമ്മാവനൊരു പയറ്റ് പറ്റണം. ഒട്ടും വിഷമിക്കണ്ട. അങ്ങ് ചെയ്ത വൃത്തികേടുകൾക്ക് നിങ്ങൾ ചതിച്ചു കൊന്ന എൻ്റെ അച്ഛൻ്റെ ആത്മാവും എന്തുമാത്രം വിതുമ്പിയിട്ടുണ്ടാവും. എൻ്റെ അമ്മയായിരുന്നു ആവശ്യം. ഒടുക്കം അവരെയും വിഷം കൊടുത്ത് കൊന്നു അല്ലേ? തിരിയിൽ തെളിഞ്ഞ തിരുമേനിയുടെ ആത്മാവിൻ്റെ ഭാവം എന്താണെന്ന് തിരക്കാനൊന്നും വീരഭദ്രൻ മെനക്കെട്ടില്ല. ഒരു വീശിന് തിരുനാളം അണച്ചു. ആ ആത്മാവിൻ്റെ തേങ്ങൽ നിലവറയിൽ ഉയർന്നുവോ? വീരഭദ്രൻ ഉമ്മറക്കട്ടിലേക്ക് നടന്നു. ഇനി സ്വസ്ഥമായിരുന്നു ഗുരുജിയുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം. ആവശ്യമുള്ളത് പകർത്തി സൂക്ഷിക്കണം. ഗ്രന്ഥങ്ങൾ കൊണ്ടുപോകുന്നത് താനാണെന്ന് എന്നെങ്കിലും ഒരിക്കൽ ഗുരുജി അറിയുമെന്ന് തീർച്ചയാണ്. താൻ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം അത് തിരികെ എടുക്കുമെന്നും ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ആർക്ക് വേണം ആ ഗ്രന്ഥങ്ങൾ? അവയിൽ എഴുതിയിരിക്കുന്നത് മാത്രം മതി തനിക്ക്. വേണമെങ്കിൽ കൊല്ലൂർ മനക്കിലെ മുഴുവൻ ഗ്രന്ഥങ്ങൾ കൂടി കൊണ്ടുപോയിക്കോട്ടെ. അവയ്ക്ക് ആ പഴകിയ താളിയോലകളിലേക്കാൾ തെളിയിച്ചു രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ മനസ്സിലാണല്ലോ. ഗുരുജിയുടെ ഗ്രന്ഥങ്ങളിലെല്ലാം മന്ത്രങ്ങൾ മനസ്സിലെ പിച്ചള ഫലകങ്ങളിലേക്ക് മാറ്റി എഴുതാൻ 2 നാളുകൾ തന്നെ ഏറെയാണ്. ആലോചിക്കും തോറും അവന് ചിരിയടക്കാൻ കഴിയുന്നില്ല. വീരഭദ്രൻ ചിരിച്ചു. ഉറക്കെ. ചിരിയുടെ ഒടുക്കം അവന്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. ആനന്ദനന്തുലമായ മനസ്സിന്റെ ആഹ്ലാദഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ചിരിക്കുകയല്ലാതെ മറ്റെന്തുണ്ട് പോകുമ്പഴി? കൂട്ടുകാരുണ്ടെങ്കിൽ അവരുമായിട്ട് പങ്കുവെക്കാം. കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവരുമൊത്താകാം. ആരുമില്ലാത്ത വീരഭദ്രന് ആഹ്ലാദങ്ങളെല്ലാം ഏകാന്തതയായിരുന്നില്ലേ? ഈ ആലോചനകൾ മാത്രം. ഇത്രയും കാലം സ്വയം കരയുകയായിരുന്നില്ലേ?
ഒരു നെരിപ്പോടിലെന്നോണം എരിഞ്ഞുരുകുകയായിരുന്നില്ലേ? സ്വന്തം മനസ്സ് ഇന്നോളം ആരും തിരിച്ചറിയുകയുണ്ടായിരുന്നില്ല. ആരെയും അതറിയിക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ ആഹ്ലാദങ്ങൾ അറിയിക്കാനും ആരുമില്ല. കൊല്ലൂർ മലക്കിന് വീരഭദ്രനെ ഒറ്റയാനായിട്ടാണ് എല്ലാവരും ചിത്രീകരിച്ചത്. ആരുടെയും ആ ധാരണ മാറ്റണമെന്ന് തനിക്ക് ആഗ്രഹമില്ല. ഒറ്റയാന്മാർ എന്നും അപകടകാരികളാണ്. താനായി അതിനി ഒരു തിരുത്തിയെഴുത്തിന്റെ ആവശ്യമില്ല. ഇതുവരെയുള്ളതെല്ലാം ഭദ്രം. അതെ, സർവം ഭദ്രം. ഇനിയുള്ളതും അങ്ങനെ തന്നെ ആയിത്തീരും. പരാജയം എന്നൊരു പദം തന്റെ നിഘണ്ടുവിലുണ്ടാവരുത്. ഇതാ, ഏറ്റവും ഒടുവിലത്തെ പൂജ പോലും ഗുരുജിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത്തവണ ഗുരുജി നല്ലോണം നടുങ്ങിയിട്ടുമുണ്ട്. പക്ഷേ എല്ലാ നടുക്കങ്ങളെയും അതിജീവിക്കാനുള്ള കെൽപ്പും അദ്ദേഹത്തിനുണ്ടെന്ന് മറക്കുന്നില്ല. തന്നെ പിടികിട്ടാതിരിക്കുന്നിടത്തോളം കാലം യാതൊരു ഉത്കണ്ഠയുടെയും കാര്യമില്ല. പൂർണ്ണമായും തിരിച്ചറിയുവോളം തനിക്കെതിരെ നീങ്ങാനും ഗുരുജി തയ്യാറായെന്ന് വരില്ല. ഇപ്പോൾ സംശയമുള്ളൂ. ആ സംശയം കൂടി നീക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയാൽ കുറേ കാലത്തേക്ക് സർവം ഭദ്രം. വീണ്ടും നിലവറയിലെത്തിയ വീരഭദ്രൻ നിലവിളക്ക് കൊളുത്തി. നിലവിളക്കിനു മുന്നിൽ പത്മാസനമിട്ടിരിക്കുന്ന ഗുരുജിയുടെ തോളിലെ താളിയോല ഗ്രന്ഥങ്ങളിലൊന്നെടുക്കാൻ അതൊന്നെടുത്ത് തുറന്നു. ഒരു രാത്രിയുടെ ദൈർഘ്യം. ഇത്രയും മനസ്സിലാവായിക്കാൻ ഏറെയാണ്. ശത്രു തനിക്കെതിരെ പ്രയോഗിക്കാവുന്ന മന്ത്രങ്ങൾ കൂടി താനങ്ങ് ഹൃദ്യസ്ഥമാക്കിയാൽ പ്രശ്നം തീർന്നല്ലോ. ലോകത്തൊരു ശത്രുവും ഇന്നോളം ചെയ്തിട്ടില്ലാത്ത, ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ പ്രയോഗം. ഗുരുജിയുടെ മാന്ത്രിക ഗ്രന്ഥത്തിലെ ധ്യാന ശ്ലോകത്തിന്റെ ശീലുകൾ വീരഭദ്രന്റെ മനസ്സിലേക്ക് ഒരു നീരുറവ പോലെ ഒഴുകാൻ തുടങ്ങിയായിരുന്നു. ഇതേ നേരത്തു തന്നെയാണ് തന്റെ തറവാടിന്റെ മുന്നിൽ സ്വന്തം മാന്ത്രിക ഗ്രന്ഥങ്ങൾ ആൾമാറാട്ടം നടത്തി തട്ടിക്കൊണ്ടുപോയ കഥയറിഞ്ഞ് ഗുരുജി നടുങ്ങിയത്. തെക്കുംപാട്ട് പഠിക്കൽ ഗോപികൃഷ്ണൻ അമ്മാവനെ തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. കൊണ്ടുപോയ ഗ്രന്ഥക്കെട്ട് അമ്മാവന്റെ കയ്യിലില്ലെന്ന് അകലെ നിന്നും അവൻ കണ്ടു. അമ്മാവൻ എന്തേ ആ ഗ്രന്ഥങ്ങൾ തിരിച്ചു കൊണ്ടുവന്നില്ല? ഏത് ഗ്രന്ഥങ്ങൾ? ഞാനതിന് ഇവിടെ നിന്നൊരു ഗ്രന്ഥവും കൊണ്ടുപോയില്ലല്ലോ. ഗുരുജി പകച്ചുപോയി. ഹരിശങ്കരനും ഒന്ന് ഞെട്ടി. തുറന്ന് ഗോപികൃഷ്ണൻ പറഞ്ഞ വാക്കുകെട്ട് ഗുരുജി തളർന്നു വീഷനായി. ചതിച്ചോ പരദേവതെ? അതൊരു നിലവിളി തന്നെയായിരുന്നു. അടുത്ത പക്ഷത്ത് തന്നെ അദ്ദേഹത്തിന് അകത്തേക്ക് കുതിഞ്ഞുപോയി. കാര്യം വ്യക്തമാകാതെ ഹരിശങ്കരൻ അങ്കലാപ്പിലായി. ഗോപികൃഷ്ണനും വല്ലാത്തൊരു വിഷമവൃത്തത്തിലായി. പൂജാമുറിയിലെത്തിയ ഗുരുജി ആ നടക്കുന്ന സത്യം നേരിട്ടറിഞ്ഞു. ജീവൻ പോലെ കരുതി സൂക്ഷിച്ചിരുന്ന തന്റെ അമൂല്യ ഗ്രന്ഥശേഖരം അപ്പാടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. താനാണത് എടുത്തുകൊണ്ടുപോയതെന്ന് ഗോപികൃഷ്ണനും വിശ്വസിക്കുന്നത്. തന്റെ വേഷത്തിൽ വന്ന് ഈ ചതി ചെയ്തതാരാണ്? ഇതുവരെ തോന്നാത്ത തരത്തിൽ ഒരു ഭയം കൂടി ഗുരുജിയെ അകാരണമായി ഭരിക്കാൻ തുടങ്ങി. ഇത് കണ്ടെത്തിയേ പറ്റൂ. ഊണും ഉറക്കവുമില്ല. ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. ശത്രുവിനെ തിരിച്ചറിഞ്ഞേ പറ്റൂ. പൂജാമുറിയിലെ നിലവിളക്ക് കൊളുത്തി ഈശ്വര പ്രതിമകളെയും നിലവിളക്കിനെയും സാക്ഷി നിർത്തി ഗുരുജി ശപഥം ചെയ്തു. ഇന്നു മുതൽ 41 നാൾക്കകം തനിക്ക് തന്റെ ശത്രുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, തന്റെ മാന്ത്രിക ഗ്രന്ഥങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ ഇതേ മുറിയിൽ ഞാൻ ആത്മാഹൂതി ചെയ്യും. പരദേവതയാണ്, ഉപാസനമൂർത്തികളാണ് സത്യം. ഉള്ളിൽ പറയാനുദ്ദേശിച്ചത് ഉറക്കെയായിപ്പോയി. ആ വാക്കുകൾ വാതിക്കലെത്തിയ ഹരിശങ്കരനും കേട്ടു. ഗുരുജി! നെഞ്ചുപൊട്ടിയ ഒരു തേങ്ങലായിരുന്നു അത്. ആ ഹരിശങ്കര, നിനക്ക് ഞാനിപ്പോ ഒരു മന്ത്രം ഉപദേശിച്ചു തരുന്നുണ്ട്. അർദ്ധരാത്രി വരെ ഈ മുറിയിലിരുന്ന് നീ അത് ജപിച്ചുകൊണ്ടിരിക്കണം. തല കോഴി കൂവും വരെ ഉറങ്ങുകയും വരുത്. അഥവാ ഞാൻ വെന്ന് വിളിക്കും വരെ. ഇപ്പോ ഞാൻ ഒരിടം വരെ പോവുകയാണ്. എങ്ങോട്ടെന്ന് പോലും ചോദിക്കാൻ ഹരിശങ്കരന് കഴിഞ്ഞില്ല. വല്ലാത്തൊരു തിടുക്കമായിരുന്നു ഗുരുജിക്ക്. ഉപാസനമൂർത്തിയെ പ്രീണിപ്പിക്കാനുള്ള ഒരു ധാന്യ ശ്ലോകം ഹരിശങ്കരന്റെ കണ്ണങ്ങളിലേക്ക് ഗുരുജി ചൊല്ലിക്കൊടുത്തു. നിലവിളക്കിന്റെ മുന്നിലേക്ക് അവനെ പിടിച്ചിരുത്തിയതും ഒരിക്കലുമില്ലാത്ത തിടുക്കത്തോടെയായിരുന്നു. ഗുരുജിയുടെ ലക്ഷ്യം കൊല്ലൂർ പടിപ്പുര തന്നെയായിരുന്നു. വീരഭദ്രനെ കുറിച്ച് തോന്നിയ സംശയം ദൂരീകരിക്കാതെ മറ്റൊരാളെയും തിരക്കിയിട്ട് കാര്യമില്ല. അപ്രതീക്ഷിതമായി കടന്നു ചെന്നാൽ അറിയേണ്ടതറിയാമെന്ന് ഒരു തോന്നൽ. അതിപ്പോൾ തന്നെ, ഈ രാത്രിയിൽ തന്നെ വേണമെന്ന് മനസ്സിലാരോ മന്ത്രിക്കുന്നു. കൊല്ലൂർ പടിപ്പുരയിലെ പാനീസിന്റെ വെളിച്ചത്തിൽ അകലെ നിന്നും ഗുരുജി കണ്ടു. ആരൊക്കെയോ പടിപ്പുരയിൽ കാത്തിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ചിത്തഭ്രമക്കാരിയെ കൊണ്ടെത്തിയവരായിരിക്കും. അടുത്തെത്തിയപ്പോൾ അത് വ്യക്തമായി. തന്റെ ഊഹം തെറ്റിയില്ല. ഭദ്രൻ പൂജാമുറിയിലായിരിക്കണം. അങ്ങനെയൊരു മുറി ഈ ഇല്ലത്തുണ്ടോ? ഇന്നത് താൻ കണ്ടെത്തും. ആരെയും ശ്രദ്ധിക്കാതെ ഗുരുജി വീരഭദ്രന്റെ ഇല്ലക്കെട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അടഞ്ഞുകിടന്ന അവന്റെ മുറിക്ക് മുന്നിൽ ഒരു നിമിഷം നിന്നു.
ഇല്ലത്തും പരിസരത്തും പനിനീരിന്റെയും പലതരം പൂക്കളുടെയും സമ്മിശ്ര ഗന്ധം നിറഞ്ഞു പരന്നു കിടക്കുന്നു. വാതിലിൽ മുട്ടി വിളിക്കണമെന്ന് സംശയിച്ചു നിൽക്കെ ഗുരുജിക്ക് മുന്നിൽ ആ വാതിൽ തുറന്നു. വീരഭദ്രൻ. അവന്റെ പിന്നിൽ അതീവ സുന്ദരിയായ ഒരു യുവതി. ഗുരുജിയെ കണ്ട് വീരഭദ്രൻ ഒന്ന് നടുങ്ങിയോ? അധ്യായം 14. ഇത്തരമൊരു അപകടം പ്രതീക്ഷിച്ചിരുന്നില്ല. അത് പക്ഷേ ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് നനച്ചില്ല. അതുകൊണ്ട് തന്നെ മുഖത്തണഞ്ഞ അമ്പരപ്പ് മറയ്ക്കാനൊരു നിമിഷം വൈകി. ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന ഗുരുജിയുടെ കണ്ണുകൾ അതേ നിമിഷം തന്നെ അത് തിരിച്ചറിയുകയും ചെയ്തു. ഗ്രന്ഥപരിശോധന പൂർത്തിയാക്കാതെ മടങ്ങേണ്ടി വന്നില്ലേ? ഒന്ന് തീരുമാനിച്ചാൽ അത് പൂർണ്ണമാകാതെ എനിക്കൊരു സ്വസ്ഥതയില്ല വീരഭദ്ര. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓ, വീരഭദ്രൻ കണ്ണുകളിൽ നിന്നും സ്വന്തം കണ്ണുകൾ ചലിപ്പിക്കാതെയാണ് ചോദിച്ചത്. രണ്ടും കൽപ്പിച്ചുള്ള വരവാണിതെന്ന് ഗുരുജിയുടേതെന്ന് വീരഭദ്രൻ അപ്പോഴും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഒരു വേള ഇത്തവണ താൻ കണ്ടുപിടിക്കപ്പെട്ടേക്കുമെന്നൊരു സംശയം അവനുണ്ടായി. അങ്ങനെയെങ്കിൽ അങ്ങനെ. എക്കാലവും ഒളിഞ്ഞിരിക്കാമെന്ന തന്റെ മോഹം ഏതായാലും നടക്കില്ലെന്ന് തീർച്ചയാണ്. പക്ഷെ ഒരിക്കലും അതിത്രയും നേരത്തെ ആവരുതായിരുന്നു. എന്താണ് ഗുരുജിയുടെ ഭാവമെന്നറിയട്ടെ. അറിയാനാണ് വന്നതെങ്കിൽ അത് താൻ അറിയിച്ചു വിട്ടേക്കാം. ഒരു നിമിഷം ഗുരുജി, ഈ കുട്ടിയെ പഠിപ്പുരയിലേക്കൊന്ന് എത്തിച്ചു വരട്ടെ. ഗുരുജിയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ആ പെൺകുട്ടിയും കുട്ടി വീരഭദ്രൻ പഠിപ്പുരയിലേക്ക് നടന്നു. അവന്റെ കൂസലില്ലായ്മയ്ക്ക് മുന്നിൽ ഗുരുജി പകച്ചു പോവുക തന്നെ ചെയ്തു. ഇവൻ അപകടകാരിയാണ്. ഗുരുജിയുടെ ആ തോന്നലിന് ശക്തി കൂടുന്നു. ഏതായാലും ഇത്തവണ താൻ വെറുതെ മടങ്ങുന്ന പ്രശ്നമേയില്ല. ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ ആ മോഹനിദ്രയിലേക്ക് അവനെ ആഴ്ത്താമെന്ന് വെക്കുന്നു നോക്കണം. അവന്റെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞേ പറ്റും. ആദ്യം സേതുലക്ഷി, ഇപ്പോഴിതാ മറ്റൊരു പെൺകുട്ടി. ദിവസവും ഓരോ പെൺകുട്ടികൾ കൃത്യമായി കൊല്ലൂർ പഠിപ്പുരയിൽ എത്തുന്നുണ്ട്. വരുന്നവരെല്ലാം ഒരേ പ്രായക്കാർ. മുഴുത്ത ചിത്തഭ്രമത്തിന്റെ ലക്ഷണങ്ങളോടുകൂടി പഠിപ്പുരയിലെത്തുന്ന പെൺകുട്ടികൾ ആട്ടിൻകുട്ടികളുടെ സൗമ്യതയോടെ തിരിച്ചു പോകുന്നു. ഇതിലും എന്തോ ചതി ഒളിഞ്ഞു കിടക്കുന്നില്ലേ? ഒരു വ്യാഴവട്ടക്കാലത്തിനു ശേഷം പെട്ടെന്ന് ഈ പഠിപ്പുര സജീവമാകണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടായേ പറ്റൂ. ഇക്കാലം അത്രയും വീരഭദ്രൻ കൊല്ലൂർ മനയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നറിയാം. മന്ത്രം പഠിക്കാൻ ഉത്സാഹിച്ചതായോ ഏതെങ്കിലും ഗുരുക്കന്മാരെ തേടിയതായോ അറിഞ്ഞിട്ടില്ല. താൻ പരിശോധിച്ച താളിയോലകൾ നിരന്തരം ആരോ ആ ഗ്രന്ഥങ്ങളെടുത്ത് പെരുമാറിയിട്ടുണ്ടായിരിക്കുമെന്ന് എല്ലാ ലക്ഷണങ്ങളും ആ താളിയോലക്കെട്ടുകൾക്കുണ്ടായിരുന്നു. ആരെയും ആശ്രയിക്കാതെ അവൻ ഒറ്റയ്ക്ക് അതെല്ലാം ഹൃദ്യസ്ഥമാക്കിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലിയ അപകടം ഉണ്ടാവാനില്ല. കൊല്ലൂർ മനയിലെ മാന്ത്രികർ ഒരിക്കലും തുറന്നു നോക്കാൻ ധൈര്യപ്പെടാത്ത ഒരു പിടി ഗ്രന്ഥങ്ങൾ ആ ശേഖരത്തിലുണ്ട്. അതെല്ലാം പഠിച്ച ഒരുവനെ നേരിടാൻ കെൽപ്പുള്ള മറ്റൊരു മാന്ത്രികനും ഉണ്ടാവില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്കണ്ഠ കൊണ്ട് ഗുരുജിയുടെ നെഞ്ചിടിപ്പിന് വേഗതയേറി. ഗുരുജിക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഗ്രന്ഥങ്ങൾ വീണ്ടും പരിശോധിക്കുകയല്ലേ വേണ്ടു? വന്നോളൂ. അങ്ങ് പരിശോധിച്ച ഗ്രന്ഥങ്ങളേറെ പരിശോധിക്കാൻ ഇനിയുമുണ്ട്. അതെല്ലാം നിലവറയിലാണ്. ഒരുപാട് സമയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങേക്കത് നോക്കാം. ബഹുമാനം ഒട്ടും കുറയാതെ സൗമ്യതയോടെയാണ് വീരഭദ്രന്റെ സംസാരം. ഈ ആത്മാർത്ഥത കണ്ടാൽ ഇവനെ എങ്ങനെ സംശയിക്കാൻ നോക്കാം. ഇനി അതിനുവേണ്ടി മറ്റൊരു ദിവസം കൂടി ബുദ്ധിമുട്ടാൻ വയ്യ. വീരഭദ്രനെ ഞാൻ എപ്പോഴും ഉപദ്രവിക്കരുതല്ലോ. എനിക്കെന്ത് ഉപദ്രവം ഗുരുജി? അങ്ങേ ഇന്നേ വരെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, ഇനിയൊട്ട് തോന്നുകയില്ല. എന്നാൽ കഴിയുന്ന ഉപകാരം ആർക്ക് ചെയ്യാനും ഞാൻ ഏത് നിമിഷം സന്നദ്ധനാണ്. അത് ഗുരുജിയെ പോലുള്ളവർക്കാകുമ്പോൾ കൂടുതൽ സന്തോഷം. ഈ സൗമ്യ സംഭാഷണങ്ങൾക്ക് പിന്നിൽ ക്രോധത്തിന്റെ ഒരു സമുദ്രം ഉരമ്പുന്നുണ്ടെന്ന് ഗുരുജിക്ക് മനസ്സിലായതേ ഇല്ല. പഠിപ്പുരയിൽ നിന്നും ആളൊഴിഞ്ഞിരിക്കുന്നു. രാവിന്റെ 2-ാം യാമമാകാറാവുന്നു. വീരഭദ്രന് പുറകിൽ പഠിപ്പുര വാതിലിന്റെ സാക്ഷികൾ ആരോ ചേർത്തടയ്ക്കുന്ന പോലെ അടയുകയും സാക്ഷി തനയെ വീഴുകയും ചെയ്തു. ഗുരുജി നേരിയൊരു ഉൾക്കിടലത്തോടെ കണ്ടു. പിന്നെ അവൻ അദ്ദേഹത്തിനെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. മുന്നിൽ വീരഭദ്രൻ വാതിൽ തുറന്നു പിടിച്ചിരിക്കുകയാണ്. ഇനി കയറുന്നില്ലെന്ന് പറഞ്ഞാൽ തനിക്ക് ഭയമാണെന്നെങ്ങാനും അവൻ കരുതിയാലോ? വീരഭദ്രൻ നയിച്ച മുറിയിലൂടെ ഗുരുജി നടന്നു. ആ വാതിൽ കടന്ന ഉടൻ അകത്തുനിന്നും തനിയെ അടഞ്ഞതും ഗുരുജി അറിഞ്ഞു. അകാരണമായ രസസ്ഥം ഉള്ളിൽ നിരയിടുന്നു. പല പല മുറികളും താണ്ടിയാണ് വീരഭദ്രൻ ഗുരുജിയെ നിലവറയിലെത്തിച്ചത്. പൂമുഖം വരെ വീരഭദ്രന്റെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും കൊല്ലൂരെ ഇല്ലക്കെട്ടിനുള്ളിലേക്ക് ഗുരുജി കടക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. മനം പഠിപ്പിക്കുന്ന അവിടുത്തെ ഏകാന്തത തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. നിലവറയിലെത്തിയതും തിരിഞ്ഞു നിന്ന്
ആ വാതിൽ താഴ്തിട്ടുകൊണ്ട് വീരഭദ്രൻ ചിരിച്ചു. വളരെ പഴകിയ ഒരു ഓട്ടുവിളക്ക് മുറിയിൽ മുനിഞ്ഞു കത്തിക്കൊണ്ടിരുന്നു. നിലവറയിലെ ഇരുളുമായേറ്റുമുട്ടാൻ ആ ഇത്തിരി പോന്ന പ്രകാശത്തിന് തെല്ലുപോലും കെൽപ്പുണ്ടായിരുന്നില്ല. തറയിലിട്ടിരുന്ന ആവണിപ്പലകയിലേക്ക് അവൻ ഗുരുജിയെ ആനയിച്ചു. അനുസരിക്കാനല്ലാതെ അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊന്നും തോന്നിയില്ല. വീരഭദ്രന്റെ പിന്നീടുള്ള ചലനങ്ങളെല്ലാം വളരെ വേഗതയിലായിരുന്നു. പ്രിയമുള്ളവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.